ഹലോ, കൽക്കി 2898 AD എന്ന സിനിമയുടെ ഫസ്റ്റ് ക്യാരക്ടർ ടീസർ വന്നിരിക്കുകയാണ്. അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന അശ്വത്ഥാത്മ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ടീസറാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വന്നിരുന്നു. അതിൽ നമ്മുടെ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ തുടങ്ങിയവരുടെ കഥാപാത്രങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ ക്യാരക്ടർ ടീസർ വന്നിരിക്കുന്നത് ഈ സിനിമ ജൂണിലോ ജൂലൈയിലോ റിലീസാകും എന്ന പ്രതീക്ഷ ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ്. ഇതിനു മുമ്പ് തന്നെ റിലീസ് ആവേണ്ടതായിരുന്നു, പക്ഷേ ഇതിന് കൂടുതൽ പ്രൊമോഷൻ ആവശ്യമുള്ളത് കൊണ്ട് നിർമ്മാതാക്കൾ ഇതിന്റെ റിലീസ് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടർ ടീസറിലേക്ക് വന്നാൽ, അശ്വത്ഥാമ എന്നത് ചിരഞ്ജീവിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മഹാഭാരതത്തിൽ ദ്രോണാചാര്യരുടെ പുത്രനാണ്. തന്റെ പിതാവിനെ കൊന്നതിനുള്ള പ്രതികാരം തീർക്കാൻ പാണ്ഡവരുടെ ശിബിരത്തിലെത്തിയ അശ്വത്ഥാമ പാണ്ഡവരെന്ന് കരുതി കൊന്നത് പാണ്ഡവരുടെ 5 പുത്രന്മാരെയായിരുന്നു. ഇതിൽ മനം നൊന്ത ദ്രൗപദി അയാളെ ശപിച്ചു. ആ മാതൃശാപത്താൽ ചിരഞ്ജീവിയായി മാറിയ ആളാണ് അശ്വത്ഥാമ. തന്റെ പാപക്കറ കഴുകി തീർക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഇന്നും അവശേഷിക്കുന്ന ഒരാളാണ് അശ്വത്ഥാത്മ എന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്യാരക്ടർ ടീസറിൽ അശ്വത്ഥാമ ഒരു അമ്പലം പോലുള്ള ഒരു കെട്ടിടത്തിലാണ്. അവിടേക്ക് ഒരു കുട്ടി വരുന്നു. ആ കുട്ടി ചോദിക്കുന്നു, പല ഭാഷയിൽ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതെന്ത് അമ്പലമാണോ തുടങ്ങിയ കാര്യങ്ങൾ. അദ്ദേഹം ഒന്നിനും മറുപടി പറയുന്നില്ല. അദ്ദേഹം ശിവലിംഗത്തെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ശിവഭക്തനാണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതേസമയം തന്നെ ആ കെട്ടിടത്തിനുള്ളിൽ ദ്രോണാചാര്യരുടെ പോലുള്ള ശില്പങ്ങളും കാണാം. ഈ കുട്ടി അദ്ദേഹത്തോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്കിന്റെ ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. അതിൽ ചെറുപ്പത്തിലുള്ള അമിതാഭ് ബച്ചനുണ്ട്. പിന്നണിയിൽ മഹാഭാരത യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഭൂമിയിൽ അധികാരം പിടിക്കാൻ വരുന്ന ഒരു കൂട്ടം, അവരെ തടയാൻ പ്രഭാസ് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു കൂട്ടം. മിക്കവാറും ഈ വില്ലന്മാരുടെ സംഘത്തിലായിരിക്കണം അശ്വത്ഥാമ. കാരണം അശ്വത്ഥാമാവിന് ഒരു പോസിറ്റീവ് ഇമേജ് അല്ല മഹാഭാരതത്തിൽ, ഒരു നെഗറ്റീവായിട്ടുള്ള ഇമേജാണ് മഹാഭാരതത്തിൽ അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വില്ലന്മാരുടെ സംഘത്തിലാവാനാണ് സാധ്യത. ഈ ക്യാരക്ടർ ടീസർ അവസാനിക്കുമ്പോൾ ഇനി എനിക്ക് യുദ്ധത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്ലിംസും ഈ ക്യാരക്ടർ ടീസറുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാർ വാർസ് പോലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഈ ഫസ്റ്റ് ഗ്ലിംസ് വന്നപ്പോൾ കുറേയധികം കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു, കുറേയധികം വിമർശനങ്ങൾ അതിനെപ്പറ്റി ഉയർന്നിരുന്നു. ലോ ക്ലാസ് VFX എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറഞ്ഞിരുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം ഈ ക്യാരക്ടർ ടീസറിൽ തീർത്തിട്ടുണ്ട്. അതിഗംഭീരമായ ഡീറ്റെയിലിംഗ് ആണ്, അതിനോട് കിടപിടിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. തെലുങ്കിലെ ഏജ് ഡയറക്ടറാണ് നാഗശ്വിൻ. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് ഈ കൽക്കി 2898 AD. ഈ സിനിമയുടെ കഥ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഇത്തരം സിനിമകളിൽ കാണുന്ന ഒരു കഥ തന്നെയാണ്. ഇവിടെ ഹിന്ദു മിത്തോളജിയും ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തൊരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥ നടക്കുന്നത് ഈ സിനിമയിലെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ 2898 AD-യിലാണ്. കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ലീഡിംഗ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, കമൽഹാസൻ, ദീപിക പദുക്കോൺ, പശുപതി തുടങ്ങിയവരെയൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് ഗ്ലിംസിലും ക്യാരക്ടർ ടീസറിലുമായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ശബ്ദ ഗാംഭീര്യം കൊണ്ടും വോയിസ് മോഡുലേഷൻ കൊണ്ടും അമിതാഭ് ബച്ചനോട് കിടപിടിക്കുന്ന വളരെ കുറച്ച് നടന്മാർ മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ അദ്ദേഹം വോയിസിന്റെ പേരിൽ തന്നെ AARൽ നിന്ന്, ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് കൂടി ഓർക്കുക. അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരാൻ അധികം ബുദ്ധിമുട്ടുണ്ടായി കാണില്ല എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം പ്രശസ്ത കവി ഹരിവംശ് റായ് ബച്ചന്റെ മകനും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ ഡൂൺ സ്കൂൾ ഫ്രണ്ടുമാണ്. ഈ അശ്വത്ഥാമ എന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന്റെ വോയിസും അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹം നായകന്റെ പക്ഷത്തായിരുന്നെങ്കിൽ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നുണ്ട്. എന്റെയും ആഗ്രഹം ഈ അശ്വത്ഥാമ എന്ന കഥാപാത്രം തന്റെ തിന്മകളെ മറികടക്കാനായിട്ട് നായകന്റെ പക്ഷം ചേരുന്ന ഒരാളാവണം എന്നതാണ്. എങ്ങനെയായിരിക്കും കഥ, എന്തായിരിക്കും അമിതാഭ് ബച്ചന്റെ യഥാർത്ഥ കഥാപാത്രം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ ഇതിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഗശ്വിനോടൊപ്പവും പ്രഭാസിനോടൊപ്പവും ബോളിവുഡും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണിത്. പ്രഭാസിനെ സംബന്ധിച്ച് ആദിപുരുഷിൽ തനിക്കുണ്ടായ കോട്ടം നികത്താൻ പറ്റിയ ഒരു അവസരമാണിത്. ആദിപുരുഷിലെ VFX-ഉം പ്രഭാസിന്റെ അഭിനയവും സ്ക്രീൻ പ്ലേയും എല്ലാം മൊത്തം കുളമായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ടീസറിലെ ഡീറ്റെയിലിംഗ് അത്ര ഗംഭീരമാണ്. ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹോളിവുഡിനോട് കിടപിടിക്കുന്നതായിരിക്കും ഇതിന്റെ മേക്കിംഗ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
എന്തായാലും ഈ സിനിമ റിലീസ് ആവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അമിത പ്രതീക്ഷ വേണ്ട. ഹിന്ദി സിനിമയാണ്. അമിത പ്രതീക്ഷയായിട്ട് വന്ന സിനിമകളെല്ലാം 8 നിലയിൽ പൊട്ടിയ അവസ്ഥയാണ് ഹിന്ദിയിൽ പലപ്പോഴും കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ പൃഥ്വിരാജ് വില്ലനായി എത്തിയ ബഡേ മിയ ചോട്ടെ മിയ. ഒരു തരമ്പ് പോലും പ്രേക്ഷകരിൽ ഇളക്കം സൃഷ്ടിക്കാതെ, ഒരു തരമ്പ് പോലും പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റാതെ പോയ സിനിമയാണ് ബഡേ മിയ ചോട്ടെ മിയ അഥവാ BM-CM. അപ്പോൾ ബോളിവുഡിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഒരു തെലുഗു ഡയറക്ടറായ നാഗശ്വനിൽ പ്രതീക്ഷയുണ്ട്. നമുക്കപ്പോൾ ആ പ്രതീക്ഷയോട് തന്നെ കാത്തിരിക്കാം. താങ്ക് യു.